കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും കണക്കിലെടുക്കാത്ത ശക്തിയായി മാറാനാണ് ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 20ലേറെ സീറ്റുകൾ നേടുക എന്ന വലിയ ലക്ഷ്യവുമായി മുന്നേറുന്ന പാർട്ടി സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിപ്ലവത്തിനാണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ഘടന പതിറ്റാണ്ടുകളായി കോൺഗ്രസ് മാർക്സിസ്റ്റ് കൂട്ടുകെട്ടുകളുടെ കൈകളിലാണ് തുടരുന്നത്. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന അസന്തോഷവും വികസന ദൗർബല്യവുമാണ് BJPക്ക് കരുത്ത് നൽകുന്നത്. ഇത്തവണ അവർ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം മാറാത്തത് ഇനി മാറുമെന്നാണ്. അത് ഒരു വെറും വാക്കല്ല, മറിച്ച് കേരളത്തിന്റെ ഭാവി വികസനത്തിനുള്ള ഒരു ദിശാബോധം കൂടിയാണ്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗം ചരിത്രപരമായ തീരുമാനങ്ങളാണ് എടുത്തത്. പ്രധാന നേതാക്കളെ തെരഞ്ഞെടുപ്പ് രംഗത്തിറക്കാനുള്ള തീരുമാനമാണ് ആദ്യഘട്ടത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചെടുത്തത്. കേന്ദ്രത്തിൽ മികച്ച ഭരണപരിചയവും പ്രവർത്തനശേഷിയുമുള്ള നേതാക്കളായ രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ എന്നിവർ രംഗത്തെത്തുന്നതാണ് BJPക്ക് ഏറ്റവും വലിയ വജ്രായുധം. ഓരോ നേതാവും വ്യക്തിപരമായ കരുത്തും ജനപിന്തുണയും കൊണ്ടുള്ള രാഷ്ട്രീയ സമ്പത്തുകളാണ്. ഇവരെല്ലാം ഒരുമിച്ച് ജനങ്ങളെ സമീപിക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം പൂർണ്ണമായും കടുക്കുമെന്ന് ഉറപ്പാണ്. ആഗോള രാഷ്ട്രീയത്തിൽ പോലും നിർണായക സ്ഥാനമുള്ള അമിത്ഷാ നേരിട്ടെത്തി സംസ്ഥാന നേതാക്കളെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. 22-ന് കൊച്ചിയിൽ നടക്കുന്ന ഭാരവാഹികളുടെ യോഗത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം BJPയുടെ കേരള രാഷ്ട്രീയത്തിനുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ്. 10 നഗരസഭകളിലെങ്കിലും ഭരണം പിടിക്കണം എന്ന അമിത്ഷായുടെ നിർദ്ദേശം വെറും പാർട്ടി നിർദ്ദേശം മാത്രമല്ല, അത് കേരള രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിക്കാനുള്ള ആദ്യ ചുവടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അധികാരം സംസ്ഥാന ഭരണത്തിലേക്കുള്ള വഴി സുഗമമാക്കുന്ന ഏറ്റവും വലിയ ശക്തിയാണ്. ഇതിലൂടെ പാർട്ടിക്ക് ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെടാനും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം കണ്ടെത്താനും സാധിക്കും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം ഉൾപ്പെടെയുള്ള 9 മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയത് വലിയ മുന്നേറ്റമായിരുന്നു. ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ യുവാക്കളാണ് നിർണായക ശക്തി. തൊഴിൽ, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, വ്യവസായം എന്നീ മേഖലകളിലെ വികസനമാണ് BJP തേടുന്നത്. വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടി ജനങ്ങളെ സമീപിക്കുന്നത്. വികസനം എന്ന വാക്ക് വെറും പ്രചരണ മുദ്രാവാക്യമല്ല, അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തെ 3ാമത്തെ ശക്തിയായി ഉയർത്തിയ നരേന്ദ്രമോദിയുടെ ദർശനവുമായി ബന്ധപ്പെട്ടതാണ്. യുവാക്കളെ മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കിടയിലും BJPയുടെ നിലപാടുകൾ ശക്തമായി എത്തിയിരിക്കുകയാണ്. ക്ഷേമ പദ്ധതികളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വളരെ വ്യക്തമായ അനുഭവമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കണ്ടുവരുന്ന സമഗ്ര പുരോഗതി കേരളത്തിലെ ജനങ്ങൾക്കും പ്രചോദനമാണ്. വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, റോഡ്, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് പദ്ധതികൾ തുടങ്ങിയ മേഖലകളിലെ വിജയഗാഥകൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും പ്രധാന ആയുധമാകുന്നുണ്ട്. BJP പറയുന്നത് വെറും വാഗ്ദാനങ്ങളല്ല, അത് കഴിഞ്ഞ 10 വർഷം ഇന്ത്യൻ ജനത അനുഭവിച്ച മാറ്റങ്ങളുടെ തെളിവാണ്. കേരളത്തിലെ മതസൗഹാർദ്ദവും സാംസ്കാരിക ഐക്യവും സംരക്ഷിക്കുന്ന പാർട്ടിയായും BJP ചിത്രങ്ങളിലേക്ക് എത്തുകയാണ്. കോൺഗ്രസ് മാർക്സിസ്റ്റ് സർക്കാരുകൾ തമ്മിൽ മാറി മാറി വന്നിട്ടും സംസ്ഥാനത്ത് വലിയൊരു വികസന ദൗർബല്യമാണ് നിലനിൽക്കുന്നത്. മതജാതി രാഷ്ട്രീയത്തിലൂടെ മാത്രം അധികാരം പിടിച്ചിരുന്ന പഴയ മാതൃക മാറി യഥാർത്ഥ വികസനത്തിന് വോട്ട് ചെയ്യാൻ സമയമായി എന്ന ബോധ്യമാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നത്. BJP അതിൻ്റെ ദേശീയ നേതൃത്വവും ശക്തമായ പ്രാദേശിക നേതൃത്വവുമായി ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. 20ലേറെ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം പാർട്ടിയുടെ ഭാവന മാത്രമല്ല, അത് പ്രായോഗികമായുള്ള കണക്കുകൂട്ടലുകളും ഭൂതകാലത്തെ വളർച്ചയുടെയും ഫലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ വളർച്ച, വോട്ട് വിഹിതത്തിലെ സ്ഥിരമായ വർധന, യുവാക്കളുടെ പിന്തുണ, മതനിരപേക്ഷ വികസന മുദ്രാവാക്യങ്ങൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ കേരളത്തിൽ BJP ശക്തമായ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറുകയാണ്. 30% കൂടുതലുള്ള വോട്ട് വിഹിതം ലക്ഷ്യമിടുന്ന പാർട്ടിയുടെ ആത്മവിശ്വാസം വെറും ആത്മവിശ്വാസമല്ല, അത് നിലനിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയുടെ കൃത്യമായ വായനയാണ്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് BJPയുടെ മുന്നേറ്റം ഒരു രാഷ്ട്രീയ പരീക്ഷണമല്ല, മറിച്ച് ഒരു ചരിത്രപരമായ മാറ്റമാണ്. കോൺഗ്രസ് മാർക്സിസ്റ്റ് സർക്കാരുകളുടെ ഭരണപരാജയങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. യുവാക്കൾക്കും സ്ത്രീകൾക്കും സാധാരണ കുടുംബങ്ങൾക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വികസനമാണ് ഇപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ BJPയുടെ മുദ്രാവാക്യം മാറാത്തത് ഇനി മാറുമെന്നത് വെറും തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന ശക്തമായ ദിശാബോധം തന്നെയാണത്.